നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വീട്ടിൽ വെറ്റില ചെടിയുണ്ടോ? നമ്മുടെ വീടുകളിൽ പോസിറ്റീവ് എനർജി നീക്കാനും ഐശ്വര്യം കൊണ്ടുവരാനും ഒരു വെറ്റില ചെടിക്ക് സാധിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ഭാരതീയ സംസ്കാരത്തിൽ എല്ലാ മംഗളകർമ്മങ്ങൾക്കും ഒഴിച്ചുകൂടാൻ ആവാത്ത ഒന്നാണ് വെറ്റില. വിവാഹം മുതൽ പൂജകൾ വരെയും ദേവാരാധന മുതൽ ദക്ഷിണ നൽകുന്നതുവരെയും വെറ്റിലയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള ആത്മീയമായ സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെറ്റില ഒരു സാധാരണ ഇല എന്നാണ് സനാതനധർമ്മത്തിൻ്റെ വിശ്വാസം. ഐശ്വര്യത്തിൻ്റെ ദേവതയായ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം വെറ്റിലയിൽ നിറഞ്ഞിരിക്കുന്നുവെന്നും വിവിധ ദേവതാശക്തികളുടെ വാസസ്ഥലമാണ് എന്നും പുരാണങ്ങൾ സൂചിപ്പിക്കുന്നു. വെറ്റിലയുടെ അഗ്രഭാഗത്ത് മഹാലക്ഷ്മിയും മധ്യഭാഗത്ത് സരസ്വതി ദേവിയും ഉള്ളിൽ മഹാവിഷ്ണുവും വസിക്കുന്നു എന്നാണ് വിശ്വാസം. പുറംഭാഗത്ത് ചന്ദ്രദേവനും കോണുകളിൽ ശിവനും ബ്രഹ്മാവും സ്ഥിതി ചെയ്യുന്നുവെന്നും പറയുന്നു. അതുമാത്രമല്ല, ഇലയുടെ വാലറ്റത്ത് ജ്യേഷ്ഠ ഭഗവതിയും വലതുഭാഗത്ത് പാർവതി ദേവിയും ഇടതുഭാഗത്ത് ഭൂമിദേവിയും മുകളിലായി ഇന്ദ്രനും ആദിത്യനും വസിക്കുന്നു എന്നാണ് ആചാരഗ്രന്ഥങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വെറ്റില സമർപ്പിക്കുന്നത് നിരവധി ദേവതകളെ ഒരുമിച്ച് ആരാധിക്കുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസമുണ്ട്. അതിനാലാണ് പൂജകളിലും യാഗങ്ങളിലും ദേവപ്രതിഷ്ഠകളിലും വെറ്റിലയ്ക്ക് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്. ഐതിഹ്യങ്ങൾ പ്രകാരം കൈലാസ പർവ്വതത്തെ ശിവപാർവതിമാർ ആദ്യമായി മുളപ്പിച്ചെടുത്ത ദിവ്യസസ്യമാണ് വെറ്റില. അതുകൊണ്ട് തന്നെ ശിവ ആരാധനയിലും ശക്തി ആരാധനയിലും വെറ്റിലയ്ക്ക് പ്രധാന സ്ഥാനമുണ്ട്. ലളിത സഹസ്രനാമത്തിൽ ദേവിയെ താംബൂലപൂരിതമുഖി എന്ന് വിശേഷിപ്പിക്കുന്നത് വെറ്റിലയുടെ പവിത്രതയെ സൂചിപ്പിക്കുന്നതാണ്. വാസ്തുശാസ്ത്രപ്രകാരം വെറ്റില ചെടി വീട്ടിൽ വടക്കോ വടക്ക് കിഴക്ക് ഭാഗത്ത് നട്ട് പരിപാലിക്കുന്നത് ശുഭകരമാണെന്ന് കരുതപ്പെടുന്നു. ഈ വിത്തുകൾ കുബേരൻ്റെയും ഈശാനദേവൻ്റെയും അനുഗ്രഹമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ഇവിടെ വെറ്റില വളരുന്നത് വീട്ടിൽ സാമ്പത്തിക പുരോഗതിയും സമാധാനവും ഐശ്വര്യവും വർദ്ധിക്കുമെന്ന് വിശ്വാസമുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ചെടിയിൽ ദേവിയുടെ സാന്നിധ്യം ഉള്ളതിനാൽ ചെടിയുടെ ചുറ്റും വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. ഉണങ്ങിയ ഇലകളും മാലിന്യങ്ങളും കെട്ടിക്കിടക്കുന്നത് ശുഭകരമല്ല എന്നാണ് വാസ്തു നിർദ്ദേശം. അഴുക്കുവെള്ളം കൊണ്ടുവന്ന് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിക്കരുത്. ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളിലൊന്നാണ് വെറ്റിലമാല. രാമരാവണ യുദ്ധത്തിൽ വിജയവാർത്ത ഹനുമാൻ സീതാദേവിയെ അറിയിച്ചപ്പോൾ സന്തോഷം കൊണ്ട് സീതാദേവി സമീപത്തുള്ള വെറ്റിലകൾ ചേർത്ത് ഒരു മാലയുണ്ടാക്കി ഹനുമാനെ അണിയിച്ചു എന്നാണ് വിശ്വാസം. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും ഭക്തർ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നത്. പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസം ഭഗവാന് വെറ്റിലമാല സമർപ്പിക്കുന്നത് ശനിദോഷ ശാന്തിക്കും തടസ്സങ്ങൾ നീങ്ങാനും തൊഴിൽ വ്യവസായ മേഖലകളിലെ ക്ലേശങ്ങൾ കുറയ്ക്കാനും സഹായിക്കുമെന്നാണ് വിശ്വാസം. മറ്റൊരു വിശ്വാസപ്രകാരം എല്ലാ മാസത്തിലെയും പൗർണമി ദിനത്തിൽ പ്രധാന വാതിലിന് മുകളിൽ വെറ്റിലമാല കെട്ടുന്നത് വീട്ടിലെ ദുഷ്ടശക്തികളെയും നെഗറ്റീവ് ഊർജങ്ങളെയും അകറ്റുമെന്നും കരുതപ്പെടുന്നു. കുടുംബാംഗങ്ങൾക്കിടയിലുള്ള ഐക്യവും മാനസിക സമാധാനവും വർദ്ധിക്കുമെന്ന വിശ്വാസവും ഇതോടൊപ്പമുണ്ട്. ശുഭകർമ്മങ്ങൾക്കായി കൊണ്ടുവരുന്ന വെറ്റില കെട്ടഴിച്ച് വായുസഞ്ചാരം വരുന്നിടത്തിൽ വേണം സൂക്ഷിക്കേണ്ടത്. വാടിയതോ കീറിയതോ പുഴുക്കൾ വെട്ടിയതായ ഇലകൾ പൂജയ്ക്കൊപ്പം മംഗളകർമ്മങ്ങൾക്കും ഉപയോഗിക്കരുത്. കാരണം ദേവതാ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായ വസ്തു ഏറ്റവും ശുദ്ധവും മനോഹരമായിരിക്കണം. ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലം എന്ന് കണക്കാക്കപ്പെടുന്ന വെറ്റിലയുടെ അഗ്രഭാഗം തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിച്ചു വയ്ക്കുന്നത് ചില ആചാരങ്ങളിൽ ഒഴിവാക്കാൻ പറയും. സാധാരണയായി അഗ്രഭാഗം കിഴക്കോട്ടോ വരുന്നത് കൂടുതൽ ശുഭകരമായി. കിഴക്ക് സൂര്യപ്രകാശത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും ദിശയായും വടക്ക് സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദിശയായി കണക്കാക്കപ്പെടുന്നു.
ദക്ഷിണ നൽകുന്ന ചടങ്ങുകളിൽ വെറ്റിലയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. വെറ്റില, പാക്ക് സമർപ്പണം, നാണയവും കൂട്ടിച്ചേർത്ത് സമർപ്പിക്കുന്നു. അത് ആദരവിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രതീകമാണ്. ദക്ഷിണ നൽകുമ്പോൾ വെറ്റിലയുടെ അഗ്രഭാഗം വടക്കോട്ടോ കിഴക്കോട്ടോ വരത്തക്കവണ്ണം പിടിക്കണം. കൂടാതെ വാലറ്റം കൊടുക്കുന്ന ആളുടെ ഭാഗത്തേക്ക് വരുന്നത് വിനയത്തെയും ആദരവിനെയും സൂചിപ്പിക്കുന്നതായി പറയുന്നു. ഗുരുവായൂരമ്പലത്തിൽ പ്രധാന വഴിപാടാണ് താംബൂല സമർപ്പണം. വിവാഹ തടസ്സങ്ങൾ മാറാനും നല്ല വിവാഹയോഗം നടക്കാനും ദാമ്പത്യ ജീവിതത്തിലെ ചെറിയ ചെറിയ പിണക്കങ്ങൾ, കലഹങ്ങൾ ഇവ കുറയുവാനും ഭഗവാന്റെ അനുഗ്രഹം തേടി ഈ വഴിപാട് നടത്തുന്ന അനേകം ഭക്തരുണ്ട്. വൈകുന്നേരമാണ് താംബൂല സമർപ്പണം നടത്തുന്നത്. 41 ദിവസമാണ് ഈ വഴിപാട് നടത്തേണ്ടത്. പരസ്പര സ്നേഹവും ഐക്യവും കുടുംബ സൗഖ്യവും വർദ്ധിക്കണമെന്ന് പ്രാർത്ഥനയോടു കൂടിയാണ് ഭക്തർ താംബൂല സമർപ്പണം സമർപ്പിക്കുന്നത്. ഭക്തിയോടും വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ് ഏത് വഴിപാടിൻ്റെയും യഥാർത്ഥ ഫലം നൽകുന്നത് എന്ന് ഓർക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ വെറ്റില ഒരു സാധാരണ ഇല മാത്രമാണോ? ഭക്തിയുടെയും ഐശ്വര്യത്തിൻ്റെയും മംഗളത്തിൻ്റെയും ദൈവിക സാന്നിധ്യത്തിൻ്റെയും പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ഭാരതീയ സംസ്കാരത്തിൽ നൂറ്റാണ്ടുകളായി വെറ്റിലയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം ലഭിച്ചു വരുന്നു. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെറ്റിലച്ചെടി വെച്ചിട്ടുണ്ടോ?